നമസ്കാരം. ഫാസ്റ്റ് ന്യൂസ് തുടങ്ങുന്നു. സംസ്ഥാനത്ത് കൊടും ചൂട്. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന്റെ വീട്ടിൽ പരിശോധന നടത്തി സർപ്പാർ ടീം. പരിശോധനയിൽ പാമ്പിനെ കണ്ടെത്താനായില്ല. വീടിന് ചുറ്റുമുള്ള വിള്ളലുകൾ അടയ്ക്കും. തൃശൂർ പൂരത്തിന് ആനയെ എഴുന്നള്ളിക്കരുതെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവിന്റെ ചമയ പ്രദർശനം ആരംഭിച്ചു. തിരുവമ്പാടിയുടേത് നാളെ. മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് അപകട സ്ഥലത്ത് പരിശോധന തുടരുന്നു. അപകടത്തിൽപ്പെട്ടത് 38 പേരെന്ന് മന്ത്രി വി.എൻ. വാസവൻ. അതീവ സുരക്ഷാ മേഖലയായ ശബരിമല സന്നിധാനത്ത് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നു. സംഭവം അതീവ ഗൌരവതരമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ. പമ്പ പോലീസ് കേസെടുത്തു. മോശം കാലാവസ്ഥയെ തുടർന്ന് ദിശ മാറി സഞ്ചരിച്ചതാണെന്ന് കോസ്റ്റ് ഗാർഡ്. സമരരംഗത്ത് സജീവമായവരാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യരെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് ഉയർന്നു വന്നവർ വേണം ഭരണതലപ്പത്തെത്തേണ്ടതെന്നും അജയ് തറയിൽ. വി.ഡി. സതീശന് അഭിവാദ്യങ്ങളുമായി മലപ്പുറത്ത് ഫ്ലക്സ് ബോർഡ്. ജനങ്ങൾക്കൊപ്പം നടന്നവൻ ജനങ്ങളെ നയിക്കട്ടെ എന്ന് ബോർഡിൽ. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം 4-ാം തീയതിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കത്തിൽ അടിമുടി ദുരൂഹത. പ്രതികളെ സംരക്ഷിക്കാൻ അന്വേഷണത്തിൽ അട്ടിമറിയുണ്ടോ എന്ന സംശയം. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള കേസിൽ നാളിതുവരെയായിട്ടും പ്രതികളെ കണ്ടെത്താനോ പിടികൂടാനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മുൻ DGPമാരായ TP സെൻകുമാറിനും R. ശ്രീലേഖയ്ക്കുമെതിരെ വിമർശനവുമായി മന്ത്രി വി. ശിവൻകുട്ടി. പോടാ പുല്ലേ പോലീസെ എന്ന മുദ്രാവാക്യത്തിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന് മന്ത്രിയുടെ ചോദ്യം. സേനയിലുണ്ടായിരുന്ന കാലത്ത് ഇവർ എടുത്ത നടപടികൾ പുനഃപരിശോധിക്കണമെന്നും മന്ത്രി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തി. കാട്ടാക്കട എള്ളുവിള കോളനിയിലെ മണിയൻ ബീന ദമ്പതികളുടെ മകൻ രാഹുലാണ് കൊല്ലപ്പെട്ടത്. 24 വയസ്സായിരുന്നു. ബൈക്ക് വിറ്റ പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെ കിള്ളി രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപമായിരുന്നു സംഭവം. ഒളിവിൽ പോയ പ്രതിക്കായി കാട്ടാക്കട പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. പശ്ചിമേഷ്യയിൽ കടൽ യുദ്ധം രൂക്ഷം. അമേരിക്കയുടെ USS ജോർജ് W. ബുഷ് പടക്കപ്പൽ വ്യൂഹം പശ്ചിമേഷ്യയിൽ. അമേരിക്കൻ ഉപരോധം അവഗണിച്ച് ചരക്ക് കപ്പൽ തീരത്തെത്തിയെന്ന് ഇറാൻ. ഇസ്രയേൽ ലബനൻ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടാൻ ധാരണ. IPL-ൽ ഇന്ന് ബംഗളൂരു ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.